ഹൈഡ്രോളിക് ഡോർ തുറക്കുന്നതിനിടെ കൈ ഡോറിനിടയിൽ കുടുങ്ങി പരിക്കേറ്റ 7 വയസ്സുകാരന് ചികിത്സ നൽകാതെ വഴിയിൽ ഇറക്കിവിട്ട് സ്വകാര്യ ബസ്സുകാരുടെ ക്രൂരത. എറണാകുളം നഗരത്തിൽ സർവീസ് നടത്തുന്ന PPK സൺസ് എന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് 7 വയസ്സുകാരനോട് ക്രൂരത കാട്ടി കടന്നുകളഞ്ഞത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ഇടപ്പള്ളി സ്വദേശിനിയായ റിൻസിയും മകൻ മുഹമ്മദ് ഇൻസാമും കറുകപ്പള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുവാനാണ് PPK സൺസ് എന്ന സ്വകാര്യ ബസ്സിൽ കയറിയത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ ഡ്രൈവർ ഡോർ തുറന്നു. ഡോറിന് പിന്നിൽ നിൽക്കുകയായിരുന്ന മുഹമ്മദ് ഇൻസാമിന്റെ കൈ ഡോറിനിടയിൽ കുടുങ്ങുകയും പരിക്ക് പറ്റുകയും ചെയ്തു. വേദനയോടെ കുട്ടി നിലവിളിച്ചെങ്കിലും ജീവനക്കാർ തിരിഞ്ഞു നോക്കിയില്ല. മാതാവ് റിൻസി ബഹളം വച്ചതോടെയാണ് തുറന്ന ഡോർ അടച്ച് കുട്ടിയുടെ കൈ പുറത്തെടുക്കാനായത്. കൈക്ക് പരിക്ക് പറ്റി നിലവിളിക്കുന്ന കുട്ടിയെയും അമ്മയെയും ആശുപത്രിയിലാക്കി ചികിത്സ നൽകാതെ സ്റ്റേഡിയത്തിന് സമീപം ജീവനക്കാർ ഇറക്കിവിട്ടു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ചെല്ലണായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ കയറിയതാ. ഞാൻ ഇടപ്പള്ളിയിൽ നിന്നാണ് കയറിയത്. PPK സൺസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് ഇവർ ഡോറ് തുറന്നു കളഞ്ഞ്. അപ്പോൾ ഈ കൊച്ചിൻ്റെ കൈ അതിൽ കുടുങ്ങിയായിരുന്നു. ഞാൻ കുറേ ഡോറിലിട്ട് അടിച്ചതിന് ശേഷം ഇവർ ഡോറ് തുറന്നു. അങ്ങനെ സ്റ്റോപ്പ് എത്താനായപ്പോൾ അവർ പറഞ്ഞു ഇനി ഡോറ് തുറക്കാൻ പോവാ, വേഗം ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അവർ ഇറക്കി. അവർ ബസ് വിട്ട് പോയി. സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ തന്നെ. പിന്നെ അവിടെ നിന്ന് വെച്ചാൽ ആളുകൾ കൂടെയാണ് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 2 സാറുമാർ വന്ന് ഞങ്ങളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞ് ഇപ്പോൾ ആ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അവരോട് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് ബസ്സായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോശമായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തില്ല. ഇങ്ങനെ ഡോറ് തുറക്കുക, വേഗം ഇറങ്ങിക്കോളാൻ പറഞ്ഞ് അവിടെ നിന്ന് നീങ്ങിക്കാനും പറഞ്ഞ് എന്നിട്ട് ഇറക്കി വിട്ടു. അവർ പോയി. ഇല്ല, ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഇറങ്ങിയെങ്കിലും ഒന്ന് ചോദിക്കണമായിരുന്നു എന്താ പറ്റിയെന്ന്. അതുപോലും അവർ ചോദിച്ചില്ല. അവർ ബസ് വിട്ടുകളയേ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് കൊച്ചു കരയണം കണ്ടപ്പോഴാണ് അവിടെ നിന്ന് ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ പോലീസിനെ അറിയിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നത് തന്നെ. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് വിവരം പാലാരിവട്ടം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും കുട്ടിയെയും അമ്മയെയും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടയിൽ സ്വകാര്യ ബസിന്റെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് ബസ്സുമായി സ്റ്റേഷനിലെത്തണമെന്ന് ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. കൈക്ക് പരിക്കേറ്റ മുഹമ്മദ് ഇൻസാമിന് ജനറൽ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. ബസ്സിന്റെ വാതിലേക്ക് കുടുങ്ങിയതാണ്. ഇവിടെ എല്ലിന് കോപ്പണെനിക്ക് ഭയങ്കര വേദന എടുത്തു. ആ ബസ് പെട്ടെന്ന് പോയി കൊഴിഞ്ഞപ്പോ പോലീസുകാരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നു. അതേസമയം ബസ് ജീവനക്കാർക്കെതിരെ കുട്ടിയുടെ മാതാവ് രേഖാമൂലം പരാതി നൽകി. ജീവനക്കാരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ അന്വേഷിച്ച ശേഷം കേസെടുക്കുമെന്ന് പാലാരിവട്ടം പോലീസ് അറിയിച്ചു.